ഉണ്ട്. കാരണം പാപത്തിൻ്റെ അധികാരിയാകുന്ന പിശാച്, അല്ലെങ്കിൽ മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാച് തൻ്റെ മരണം കൊണ്ട് നീക്കിയെന്ന് നമുക്ക് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു. അപ്പം ഈ യാഥാർത്ഥ്യം നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ആമേൻ തൻ്റെ പുതിയ നിയമം സ്ഥാപിക്കുവാൻ വേണ്ടി വന്നതാണ്. ആ പുതിയ നിയമത്തിലൂടെ സർവ്വലോകത്തിലെ മനുഷ്യ വ്യക്തികളെയും ദൈവം രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. കാരണം മനുഷ്യന് വേണ്ടിയിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക്, മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ മൃഗമായി ജീവിക്കുന്ന മനുഷ്യരുണ്ട്, മൃഗത്തിന് തുല്യമായി മൃഗത്തെ പോലെ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവനെല്ലാം ഒറിജിനൽ മനുഷ്യനാക്കാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. മനുഷ്യവർഗത്തിനെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കണം. യേശുവിൻ്റെ ഉദ്ദേശം എന്താണ്? പാപിയാക്കാനല്ല. എന്നാൽ ഇവിടെ പിശാചാരിയാക്കുന്നു, എല്ലാവരും പാപിയാക്കിക്കൊണ്ടിരിക്കുക, എല്ലാവരും മരണത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ മരണത്തിൻ്റെ അധികാരി പിശാച്. യേശുക്രിസ്തു മരണം കൊടുക്കാൻ വേണ്ടി വന്നല്ല, മരണത്തിൽ നിന്ന് അവനെ വിടുവിച്ച് നിത്യജീവൻ കൊടുക്കാൻ വേണ്ടി യേശു വന്നതാണ്. പിശാചിൻ്റെ ഉദ്ദേശം മരണമാണെങ്കിൽ യേശുവിൻ്റെ ഉദ്ദേശം ജീവനാണ്. ഏതാണ്? നിത്യജീവനാണ്.